ഹലോ, വെൽക്കം ബാക്ക്. നമസ്കാരം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് 1990 അല്ലെങ്കിൽ 2000 കാലഘട്ടങ്ങളിലൊക്കെ സ്കൂൾ പഠിച്ച ആളുകളുണ്ട്, അല്ലെങ്കിൽ SLC ഫെയിൽഡായ ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ പ്രത്യേകിച്ചൊന്നും മുന്നോട്ട് കയറി വരാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കുള്ളത് 2 മക്കളാണ്. ഇതെൻ്റെ ചെറിയ മോനാണ്, അവനിപ്പോൾ LKG പഠിക്കുന്നത്. പിന്നെ വലിയ മോനാണ്. ഫനുവാ ബാ, ഇതാണ് എൻ്റെ വലിയ മോന്. മാറി കാണിച്ചത് ഇതാണ്, ഇനി മാറി. അപ്പോൾ ഇവന് 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ പഠിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ, ആ കാലഘട്ടങ്ങളൊന്നും സ്കൂൾ പഠിക്കുന്ന കാലഘട്ടങ്ങൾ, പ്രത്യേകിച്ച് സ്കൂളിൽ ജയിച്ചാലും അവാർഡുകളോ അല്ലെങ്കിൽ ആ കാലഘട്ടങ്ങളിൽ ക്ലബ്ബുകളുടെ ഒരു സമ്മാനം കൊടുക്കലോ, എന്താ പറയുക, ഒരു ഉപഹാരങ്ങൾ കൊടുക്കുന്ന സംവിധാനങ്ങളൊന്നും ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായില്ല. പക്ഷേ ഇപ്പം അതൊക്കെ കൂടുതലാണ് എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ അവാർഡുകൾ കൊടുക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ ഒരു പ്രോത്സാഹനം കൊടുക്കുന്ന സമയത്താണ്, അതുപോലെ ഒരു ആദരവ് കൊടുക്കുന്ന സമയത്താണ് കുട്ടികൾക്ക് പിന്നീട് മുന്നോട്ട് പഠിക്കണം എന്നുള്ള ഒരു ടെൻഡൻസി വരിക. ഇത് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടുത്തു പറയാനുള്ള ഇങ്ങനെ പറയാനുള്ളൊരു കാരണം, എൻ്റെ LKG പഠിക്കുന്ന മോനിക്ക് സ്കൂളിൽ നിന്ന് അതുപോലെ കലോത്സവത്തിൽ പങ്കെടുത്തിട്ട് അല്ലെങ്കിൽ പഠനത്തിന് കൂടുതൽ അവാർഡുകൾ അവർക്ക് കിട്ടിയിട്ടുള്ളത് 1, അതുപോലെ 2, അതുപോലെ 3, അതുപോലെ 4, അതുപോലെ 5, 6 അംഗീകാരങ്ങൾ അല്ലെങ്കിൽ അവാർഡുകളാണ് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇത് പഠനത്തിനാണ് കൂടുതലായിട്ട് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് കലോത്സവത്തിന് പങ്കെടുത്ത് മേലാറ്റൂർ ഉപജില്ലാ കലോത്സവത്തിന് പങ്കെടുത്തിട്ട് കിട്ടിയതാണ്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ അടുത്തുണ്ട്, ഇതെൻ്റെ 4ാം ക്ലാസ് പഠിക്കുന്ന മോനിക്ക് കിട്ടിയ കാര്യം ഞങ്ങൾക്ക് കാണിച്ചാൽ. 1 അവന് കിട്ടിയെന്ന് പറഞ്ഞാൽ, ഇതൊന്നും അവന് കിട്ടിയതാണ് 4ാം ക്ലാസ് പഠിക്കുന്ന മോന്. ഇത് 2 കാണിച്ചു തരാം. ഇത് 3, ഇത് 4, ഇത് 5, 6, 7 എണ്ണാണ് അവരിതുപോലെ പഠനത്തിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ പറയാനുള്ളൊരു കാര്യം, ഇതുപോലുള്ള സംഗതികൾ കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായം. കാരണം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മുന്നോട്ട് പഠനത്തിന് പ്രചോദനമാണ്. ഇങ്ങനെ ഇത് പഴയ കാലത്ത് തോറ്റാലും ജയിച്ചാലും ആദരവുകൾ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ കുട്ടികൾക്ക് ആളുകൾ ഇത് ചെയ്യുന്നുണ്ട്. സ്കൂളുകളിൽ നിന്നാണ് കൂടുതലായിട്ട് അധ്യാപകർ ഇത് കൊടുക്കുന്നത്. അന്നേരം അധ്യാപകർക്കാണ് ബിഗ് സല്യൂട്ട്. ആ കാലഘട്ടങ്ങളൊന്നും ഇങ്ങനെ ഇല്ല. അപ്പൊ അന്നൊക്കെ SLC പാസ്സാകുക എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ IAS കിട്ടിയതിന് തുല്യമാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം. എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്താണ് കുട്ടികൾക്ക് മുന്നോട്ട് പോകാൻ പ്രത്യേകിച്ചൊരു താല്പര്യമാണെന്നുള്ളതാണ്. എന്തായാലും അപ്പോൾ ആ 2000 ആ കാലഘട്ടങ്ങളൊക്കെ തോറ്റ ആളുകളൊക്കെ, SLC തോറ്റ ആളുകളൊക്കെ ഒന്ന് കയറി പോയിട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്.